ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവവചന വായനയിലൂടെ, ദൈവവചന പഠനത്തിലൂടെ, ദൈവവചന കേൾവിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. തിരുവചനം എന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രാ വഴി മാത്രമല്ല, ചൂണ്ടുപലക മാത്രമല്ല, മറിച്ച് ഇവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അനുദിന ജീവിതത്തിൽ പാലിച്ചെടുക്കേണ്ട സകല കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. 33.5 വയസ്സുവരെ ഈ ലോകത്തിൽ താനായിരുന്ന സമയത്ത് കർത്താവ് അരുളിച്ചത് അനേക കാര്യങ്ങൾ തിരുവചനത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതിൽ നിന്ന് ഒരു കൊച്ചു കാര്യം ഇന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കട്ടെ. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മനസ്സലിവിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും നിറകുടമായിരുന്ന കർത്താവ് തൻ്റെ അടുക്കൽ വന്നിരുന്ന ഓരോ ആളുകളോടും വ്യക്തിപരമായി അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ളത് വളരെ സ്നേഹത്തോടെ തന്നെ ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പല ആളുകളും നിസ്സാരമായ ഒരു ഉപകാരം മറ്റൊരാൾക്ക് ചെയ്യുമ്പോഴും 4 പേർ അറിയണം എന്ന വലിയ ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് അവരുടെ ചെയ്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാകട്ടെ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതമായി തോന്നും. ഒരിക്കൽ വിശന്ന് വലഞ്ഞ ഒരു യാചകൻ ഉച്ചഭക്ഷണം തേടി ഒരു വീട്ടിലെത്തി. കുറെ നേരം വിളിച്ചെങ്കിലും ആരും ഇറങ്ങി വന്നില്ല. ഗതികെട്ട ആ മനുഷ്യൻ മുറ്റത്ത് നിന്നിരുന്ന ഉണക്കപ്പുല്ല് പറിച്ചു തിന്നാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് വീട്ടുടമ ഇറങ്ങി വന്നത്. പെട്ടെന്ന് തന്നെ ക്ഷമാപണത്തോടെ യാചകൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാലാണ് അനുവാദം കൂടാതെ ഈ ഉണക്കപ്പുല്ല് പറിച്ചു തിന്നത്. പെട്ടെന്ന് തന്നെ ഒട്ടും സങ്കോചമില്ലാതെ വീട്ടുടമസ്ഥൻ ആ പാവം മനുഷ്യനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നാൽ പിൻവശത്തേക്ക് വരൂ, അവിടെ ധാരാളം പച്ചപ്പുല്ലുണ്ട്, അനുവാദത്തോടെ തന്നെ ആവശ്യം പോലെ പറിച്ചു തിന്നുള്ളൂ. ഇത് ഒരുപക്ഷെ നടന്ന സംഭവം അല്ലെങ്കിൽ പോലും ചില ആളുകളുടെയെങ്കിലും മനോനില വെളിപ്പെടുത്തുന്ന സംഭവമാണ്. മറ്റാരുടെയും നിവർത്തികേടിനെ നമ്മൾ അവഹേളിക്കരുത്. വിശന്ന് വലഞ്ഞു വരുന്നവർ വരാന്തയിലും ചായ്പിലും വീടിൻ്റെ പുറകിലുമൊക്കെ ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവരുടെയൊക്കെ വയറ് നിറയും, പക്ഷേ അവരുടെ മനസ്സ് നിറയില്ല. കാരണം മാനുഷിക പരിഗണന പോലും ഇല്ലാതെയാണ് അവർക്ക് അവർ വിളമ്പിക്കൊടുത്തത്. പരോപകാരം ചെയ്യുന്നത് ഒരിക്കലും പേരിനും പെരുമയ്ക്കും വേണ്ടിയാകരുത്. പരസ്യങ്ങളും വാർത്തകളും കുടപിടിക്കുന്ന ദാനധർമ്മത്തിന് എവിടെയാണ് ഉദ്ദേശശുദ്ധി ഉണ്ടാകുന്നത്? നമ്മളിൽ പലരുടെയും ദാനധർമ്മത്തിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് പഴയ തുണിയും മിച്ചം വന്ന ആഹാരവുമൊക്കെയാണ്. ഇതിനിടയിൽ കർത്താവ് പറഞ്ഞ ഈ വാക്ക് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു കൽപ്പിക്കാൻ ശ്രമിക്കട്ടെ. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. സികനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കേട്ടുപോലും, അതായത് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം വലങ്കൈക്ക് പോലും നാണക്കേടാകും ഇടങ്കൈ കൊടുക്കുന്നത് അതിൻ്റെ ആ വലിപ്പം കാണുമ്പോൾ, അല്ലെങ്കിൽ ഇടങ്കൈക്ക് പോലും നാണക്കേടാകും വലങ്കൈ കൊടുക്കുന്നത് അതിൻ്റെ വലിപ്പം കാണുമ്പോൾ. ആ നിലയിലാണ് പലരുടെയും കൊടുപ്പ്. ഒരാൾ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, 2 കൈ കൊണ്ടും ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെട്ട് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാവാം. കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വളരെ രഹസ്യമായി ആരും അറിയാതെ കർത്താവിൻ്റെ നാമത്തെ മാത്രം ഓർത്തുകൊണ്ട് എന്തെങ്കിലും നന്മ ഒരു സാധുവിന് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഒരു പ്രതിഫലമായി നിങ്ങളുടെ കരങ്ങളിലെത്തും, നിങ്ങളുടെ മുമ്പിലെത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമുക്ക് ഒരിക്കലും അർഹതയില്ലാത്ത എത്രയോ നന്മകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇങ്ങനെയാണ്: നിങ്ങളൊരു വിരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സമ്പന്നരെയും സമസ്ഥാനീയരെയും അല്ല വിളിക്കേണ്ടത്, മറിച്ച് ദരിദ്രരെയും അംഗഹീനരെയും മുടന്തരെയും കുരുടരെയും അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ക്ഷണിക്കേണ്ടത്. ആരുമില്ലാത്തവർ, ആരും സഹായമില്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് വേണം നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടത്. യാതൊരു അതിർവരമ്പും ഉണ്ടാവരുത്. യേശു കർത്താവിൻ്റെ മനസ്സിലിവ് നമുക്കൊന്ന് പകർത്തിയെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ അതൊരു പാഠമായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ,
എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന അങ്ങ് നൽകുന്ന പ്രതിഫലത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.